A servant and slave are two different things. I am serving a school. I am a servant of the school, and I am paid at the end of the day. ഓരോ ദിവസവും ഞാൻ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന എനിക്ക് എന്റെ കാശ് കിട്ടണം. പക്ഷെ ഒരു സ്ലൈവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതല്ല. യജമാനൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജോലി ചെയ്യുന്നു. വേറെ നിവൃത്തി ഒന്നുമില്ല. യജമാനന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആളാണ് സ്ലൈവ്. So a slave means he is completely committed to the master, and he has no option other than just to serve him. And he may or may not be rewarded. പുറപ്പാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ സ്ലേവ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുന്നു. സ്ലേവ് എങ്ങനെയായിരിക്കണം? ഒരു സ്ലേവിനെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ കൊണ്ടുപോയാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അവൻ 6 വർഷം ഈ മാസ്റ്ററിനെ സെർവ് ചെയ്യണം. 7ാമത്തെ വർഷം അവനെ ഫ്രീ ആക്കണം. അവൻ ചെല്ലുമ്പോൾ കല്യാണം കഴിക്കാതാണ് ചെന്നതെങ്കിൽ ഒന്നുകിൽ അങ്ങനെ തന്നെ അവൻ മടങ്ങി പോകാം. അല്ല, അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ പെണ്ണ് യജമാനൻ കൊടുത്ത പെണ്ണ്, യജമാനൻ കൊണ്ടുവന്ന ഒരു പെണ്ണിനെ കൊടുക്കും, നീ ഇവളെ കെട്ടിക്കോളാം. അങ്ങനെ കെട്ടിയിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടെ യജമാനെ സേവിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങളും യജമാനെ സേവിക്കും. What happened with this slave is, at the end of the 6th year or on the 7th year, the master will set him free, and he has the freedom to leave the master and go. പക്ഷെ ഒരു കാര്യമുണ്ട്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. He has to leave the wife and the children with the master and go alone. Because the wife and children were given by the master. The wife was given by the children by the master. അങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടി, ഈ ഭാര്യയും കുഞ്ഞുങ്ങളും പോലും മാസ്റ്ററുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. And he has to go alone. But he can always say, I'm sorry, I can't leave my wife and children and go alone. Can I take my wife and children with me? And the master said no, because the wife was given by the master. He hasn't brought any wife. അദ്ദേഹം കൊണ്ടുവന്ന ആരുടെ ഭാര്യ മാസ്റ്റർ തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. Do one thing. You remain in my field with your wife and with your children, and be a lifelong slave for me forever. ജീവിതകാലം മുഴുവനും അടിമയായി എന്റെ കൂടെ നിന്നോണം. ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാം, നിനക്ക് കുഞ്ഞുങ്ങളുടെ കൂടെയും ഭാര്യയുടെയും കൂടെ ജീവിക്കാം. അല്ല, നിനക്ക് ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളെ ഇവിടെ വെക്കണം. Let me ask you this question, sincere question to you. Who gave you wife? The master. Am I right? Yes. Who gave you husband? The master. Even your children are God's gift. യജമാനന്റെ ദാനമാണ്, അല്ലേ? ഇന്ന് എത്ര പേർക്ക് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഇട്ടുവാനായിട്ട് തയ്യാറാണ്? നമ്മളാരും തയ്യാറല്ലല്ലോ. നമ്മളാരും നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഇട്ട്, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭാര്യയും കുഞ്ഞുങ്ങളെ ഇട്ടിച്ച് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്തോ, എന്റെ ഭാര്യയെ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്റെ യജമാനെ സേവിച്ചോളുക ജീവിതകാലം മുഴുവൻ. That's what we call slave. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ what this master will do is, he will take you to somewhere. കഥകിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു വലിയ കുന്തം എടുത്തിട്ട്, സൂചി എടുത്തിട്ട് ചെവി കിഴിച്ച് എടുത്തു. ചെവി തുളയ്ക്കുക എന്നാണ് മലയാളത്തിൽ എഴുതിയത്. ചെവി തുളയ്ക്കും. അപ്പൊ ചെവി കിഴിച്ചവരെല്ലാം എന്തുവാ? They decided to follow the master with his wife and with his children and whatever you have earned in your life. ഈ കട്ടിയുള്ള പേഴ്സിനകത്ത്
പല കാർഡുകൾ ഇരിപ്പുണ്ട്, പ്ലാസ്റ്റിക് കാർഡുകൾ ഇരിപ്പുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും പണവും ഒക്കെ ഇരിപ്പുണ്ട്. Everything is, I got it from the master. I haven't gained it. This is, yeah, I have to serve the master with this. I have my wife sitting here. I have to serve the master with it. I have 2 children. I have to serve the master with it because it's all given by master. I don't have anything. I don't have anything. നിങ്ങൾ സമ്പാദിച്ച എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഉണ്ടെന്നാരെങ്കിലും പറയുന്നെങ്കിൽ അത് തെറ്റാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്കുണ്ടെന്ന് തോന്നുന്നതും നമ്മളെ വിശേഷിപ്പിക്കുന്നതും എല്ലാം ബിലോങ്സ് ടു the master, and that's the kind of life a slave has to live. അതാണ് surrendered life എന്ന് പറയുന്നത്. അതാണ് surrendered life. നമ്മൾ ആ ഒരു ലെവൽ വരെ എത്താൻ നമുക്ക് എത്തുന്നില്ല. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. യുവജനങ്ങളെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയട്ടെ, God brought you here. God gave you wonderful British education. God gave you money. God gave you everything you need. God gave you beauty. You are so handsome. You have got plenty of money in your pocket. Some may be struggling, but still, that is God's gift. God has given you husband and wife. You need everything you need. You have everything you need. You got your house. Even if it is a rented house, it's a house. What should you do with it? Serve the master with it. Serve the master with it. ലഭിച്ചതല്ലാതെ എനിക്കൊന്നും ഇല്ല. എല്ലാം തമ്പുരാൻ തന്നതായതുകൊണ്ട് എല്ലാം തമ്പുരാന്റെ വിലയ്ക്ക് വേണ്ടി. That is the surrendered life. സബ്മിഷൻ എന്ന വാക്കിന് ഞാൻ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിച്ച മീനിങ്ങാണ് ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് മീനിങ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് 1-2 ഞാൻ വായിക്കാം. Presenting for approval or decision of a body where there is a disagreement. Is there any disagreement? Yes, every day we have got disagreement. We have got disagreement. We have disagreement with God. We have disagreement with Satan. ഉണ്ടോ? ഇല്ലേ? ഒരു വാഫയറിലല്ലേ നമ്മൾ നിൽക്കുന്നത് എപ്പോഴും? അല്ലേ? നമ്മളെപ്പോഴും മത്സരത്തില്ല. പിശാചിനോട് ഡിസഗ്രിമെന്റ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഡിസഗ്രിമെന്റ് കൊണ്ടുപോയി അവിടത്ത് വെക്കുക. സബ്മിഷൻ നടത്തുക. നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? യു പ്രസന്റ് യുവർ കംപ്ലൈന്റ് ഫോർ ദ ഡിസിഷൻ ഓഫ് എ ബോഡി. അതാ കർത്താവ്. കർത്താവ്, ഈ വിഷയത്തിൽ എനിക്ക് ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ട്, ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട്, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? കർത്താവ് എന്ത് പറയുന്നു അതിന് കീഴടങ്ങിയിരിക്കുക. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് സബ്മിഷൻ ഓർ സബ്മിറ്റിംഗ് യുവർസെൽഫ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം. Remember, every day we are in the warfare and there are disagreements and everything. But the final decision of your life should be made by Jesus and no one else. Amen. നമ്മുടെ വിൽപ്പകൾ മുഴുവൻ എന്നോട് കാത്തു വെച്ചതിന് ശേഷം ഫൈനൽ ദൈവത്തിന്റെ ഡിസിഷൻ എന്താണോ അതായിരിക്കട്ടെ എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. That is actually surrendered life. And again, to be submissive is actually an attitude. ഇതൊരു മനോഭാവം. സമർപ്പണം എന്ന് പറയുന്ന ഒരു മനോഭാവം. നമുക്ക് റിബലിയസ് ആയിട്ട് വേണം ജീവിക്കാം, പക്ഷെ സമർപ്പണം എന്ന് പറയുന്ന ഒരു മനോഭാവം. The word surrender is normally used in military background. Where there is a disagreement between 2 countries or 2 battalions of armies, they come to fight with their gun. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളവർ വരുമ്പോൾ വീക്ക് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? They lay their weapon down there and lift up their hand and say, I surrender. And they come and arrest you. ശക്തിയോടുകൂടിയിരിക്കുന്ന ഒരു പട്ടാളം വന്നിട്ട്
ശക്തി കുറഞ്ഞ പട്ടാളത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ആയുധം താത്തു വെച്ചിട്ട് കൈ ഉയർത്തി നിൽക്കുക. എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ പിടിച്ചുകൊണ്ട് പോകും, എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നു. അതാണ് സമർപ്പണം. That is the reason why in the Bible even it says പുരുഷന്മാരെല്ലായിടത്തും കൈകൾ ഉയർത്തും. എന്തോ അതിന്റെ അർത്ഥം? കൈകൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ കൈ, എനിക്ക് വലിയ ഇഷ്ടമാണ് കൈ ഉയർത്തുമ്പോ. കൈ ഉയർത്തും. ഞാൻ 35 വർഷത്തിന് ശേഷമാണ് ഒരു ഹിന്ദി പാട്ട് ചൊവ്വേന്ന് കേൾക്കുന്നത്. 35 വർഷം മുമ്പാണ്, സോറി പാട്ടെന്നല്ല, 35 വർഷം മുമ്പ് ആ ഹിന്ദി പഠിച്ച് നിർത്തിയത്. അതിൽ പിന്നെ ഹിന്ദി ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളാണ്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഊച്ച, ഊച്ച, സബ്സെ ഊച്ച, അപ്പൊ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പാട്ടും അത് തന്നെയായിരുന്നു പാടിയതല്ലേ? യുവർ നെയിം ഈസ് മോസ്റ്റ് ഹൈ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ശക്തിയുള്ള പട്ടാളത്തിന്റെ മുമ്പിൽ ശക്തി കുറഞ്ഞ പട്ടാളം കൈവക്കി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ, if his name is Ucha and Sabse Ucha, നമ്മൾ എന്ത് ചെയ്യാം? I surrender all before your name. അതാണ് സബ്മിഷൻ. അതാണ് സബ്മിഷൻ. ദൈവത്തിന് മുമ്പാകെ പോയി കൈവക്കി നിൽക്കുക. എനിക്ക് വേറെ ആരും, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഒരു പരാജയം മാത്രം, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ കൈവക്കുന്നു, നീ എന്തോ വേണേലും എന്നെ ചെയ്തു. That is actually submission or surrendering. And there is no other name above that name. And in ആ നാമത്തിന്റെ മുമ്പിൽ കൈ ഉയർത്തുക, ഞാൻ പരാജിതനായി തീർന്നിരിക്കുന്നു. പിന്നെ ക്രൂശിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പരാജിതനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ഞാൻ ദൈവവേദനല്ലെന്നല്ല. അതിന് മുമ്പിൽ അടുത്തു വരാൻ പോലുമുള്ള യോഗ്യത എനിക്ക് ഇല്ല. എന്റെ നാമത്തിന് മുമ്പിൽ അടുത്തു വരാൻ, എന്റെ ശക്തിയുടെ മുമ്പിൽ അടുത്തു വരുവാൻ, നിന്റെ രക്തത്തിന്റെ വിലയുടെ മുമ്പിൽ അടുത്തു വരാൻ എനിക്കൊരു ശക്തിയില്ലാതാ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ സ്ലൈവായി, നിന്റെ അടിമയായി തീരുവാൻ, നീ പറയുന്നതെല്ലാം ചെയ്യുവാൻ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ പണവും എന്റെ പേഴ്സും എന്റെ ആഹാരവും എന്റെ വീടും എല്ലാമായിട്ട് വന്ന് കൈവക്കിയിരിക്കുന്നു. എന്തോ വേണേലും ചെയ്തു, എന്തോ വേണേലും ചെയ്തു. 6 വർഷമല്ല, 7 വർഷമല്ല, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്നെ സേവിക്കാൻ ഇതാ എന്നെ ചെവി തരുന്നു, തുളച്ചു. That is actually the surrendered life. That is actually the submissive life. അതാണ് സമർപ്പിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി. എന്തോ കർത്താവിന്റെ ഹിതമെന്ന് പറഞ്ഞാൽ സ്കീം, ദൈവത്തിന്റെ സ്കീം. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, പിശാചിന്റെ സ്കീമിനോട് എതിർത്ത് നിൽക്കാൻ, അല്ലെ? സ്കീം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു ടൈമിൽ എന്തെല്ലാം പഠിപ്പിച്ചിരിക്കണം, ഏതൊക്കെ ആഴ്ചകളിൽ എന്തെല്ലാം കവർ ചെയ്തിരിക്കണം, ഏത് മാസത്തിൽ എന്തെല്ലാം ചെയ്തിരിക്കണം, എന്തെല്ലാം പ്രാക്ടിക്കൽ കൊടുത്തിരിക്കണം, എപ്പോഴെല്ലാം എക്സാം കൊടുക്കണം, ഏതൊക്കെ കുട്ടികളുടെ പേരൻസിനെ വിളിക്കണം, ഇതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തങ്ങ് വെച്ചിരിക്കുക. പ്ലാൻ മുഴുവൻ. എന്നാൽ ആ പ്ലാൻ വെച്ച് ഓരോ ദിവസവും ടിക്ക് ചെയ്ത് പോവാണ്. അതാ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നവോമിയെ കുറിച്ചും രൂത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞല്ലോ, നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ അങ്ങ് പോവുക. അതാണ് ദൈവത്തിന്റെ വിൽ ഓർ പ്ലാൻ ഓർ ഡിറ്റർമിനേഷൻ ഓർ ദൈവത്തിന്റെ ഡിസിഷൻ. ഞാൻ പറയല്ലോ, there is a disagreement, we surrender ourselves to the decision of the board. അതാണ് ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. I'll read that. ഒരു കീ വേഴ്സ് ആയിട്ട് നമുക്ക് ഇന്ന് അത് വായിക്കാം. Colossians chapter 4 verse 12. കൊലോസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇതിനുവേണ്ടി നല്ലൊരു വാക്യം ഏതാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന 2-3 വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യമാണ്. എപ്പഫ്രാസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, he is always wrestling in prayer for you, that you may stand firm in all the will of God, mature and fully assured. മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുവാൻ അവൻ രാത്രിയിലും പകലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. This man of God
is praying, not just praying, he is wrestling in prayer. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ഫൈറ്റാണ്. ആ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്? കൊലോസ്യ സഭയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്ത് ഉറച്ചു നിന്ന് അതിനെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Let that be our prayer. And even today, as I am standing here as your guest, I am not a guest, but I was introduced as a guest. I am honored like that. Let me tell you, as a guest here, even today, my prayer about this church is that you will stand firm എവിടെയാണ്? ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഈ സഭയുടെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ഇവിടെയുള്ള മൂപ്പന്മാർ, ഇവിടെയുള്ള ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിതത്തിന്റെ അതിൽ ഉറച്ചു നിൽക്കട്ടെ. ഒരു കയറുകൊണ്ട് ഒരു കാളയെ മരത്തെ കെട്ടിയിട്ടാൽ ആ കാള കറങ്ങുന്നത് മരത്തിന് ചുറ്റും, അല്ലേ? വൈകിട്ട് എന്ന് നോക്കാന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ പുല്ല് മുഴുവൻ തിന്നു തീർത്തിരിക്കുന്നതായിട്ട് കാണാം. അതിനപ്പുറത്തോട്ട് പോകാനായിട്ട് ഒക്കത്തില്ല. അവിടെ കാള ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഒരു സർക്കിളിൽ നീങ്ങുക. We also have to be in the central point of God's will. ദൈവം വരച്ചിട്ടിരിക്കുന്ന വട്ടത്തിനകത്ത് മാത്രം, ആ will of Godനകത്ത് മാത്രമുള്ള മൂവ്മെന്റ്, അതിനകത്ത് മാത്രം ഉറച്ചു നിൽക്കാനായിട്ട് എന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നല്ല എക്സാമ്പിൾ സഹിതം എന്ന് ഈ പ്രസംഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വിചാരിച്ചു, ഞാൻ ആരെയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത്? somebody who stood firm in the plan and purpose of God's will. Several names actually came to my mind. I thought Apostle Paul, yes, that's a very good example. Daniel, wonderful. Joseph, brilliant idea. ഞാൻ ഇങ്ങനെ പലരെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടത്, I thought there is no better example than our Lord Jesus Christ. യേശു ക്രിസ്തുവിനേക്കാളിൽ കൂടുതൽ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനായിട്ട് ഉറച്ചു നിന്ന വേറൊരു വ്യക്തിയുമില്ല. യേശുവിനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ, പിന്നെ ഞാൻ അതിന്റെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രശംസയാണ്. പക്ഷേ നമ്മുടെ മാസ്റ്റർ, അല്ലെ, മാസ്റ്ററുടെ സ്ലൈവ് ആകാനായിട്ട് എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ I think the best example I can use is the Lord Jesus Christ. യേശു പറഞ്ഞ ഒരു വാചകമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 4:34. ഇങ്ങനെ പറഞ്ഞു, My food is to do the will of him who sent me and to finish his work. എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്ത്, അവന്റെ ഹിതം ചെയ്ത്, അവന്റെ പ്രവൃത്തി ചെയ്ത് തീർക്കുന്നത് തന്നെയാണ് എന്റെ ആഹാരം. അവന്റെ ഹിതം, ദൈവഹിതം, the will of God. ആ will of God ഞാൻ നിറവേറ്റുന്നതിനകത്ത്, will of Godനകത്ത്, ആ will of God എന്ന് പറയുന്ന തെങ്ങിനകന്റെ ചുറ്റുപാടും ഞാൻ കറങ്ങി നടക്കണമെങ്കിൽ അത് എന്റെ ആഹാരമായിട്ട് ഞാൻ സ്വീകരിച്ചേ പറ്റും. ദൈവത്തിന്റെ ഹിതത്തെ ആഹാരം പോലെ കണ്ട ഒരാള് യേശു അല്ലാതെ വേറെ ആരാണ്? ദൈവത്തിന്റെ ഹിതത്തെ ആഹാരം പോലെ കണ്ട വേറെ ആരുമില്ല. There is no one else I can compare to. Jesus took the will of his Father just like the food. ഒരു ദിവസം പോലും ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും നമുക്കറിയാം, അല്ലേ? ജീവിക്കണമെങ്കിൽ ആഹാരം കഴിച്ചാലേ പറ്റുള്ളൂ, അല്ലേ? ജീവിക്കണമെങ്കിൽ ആഹാരം കഴിച്ചാലേ പറ്റുള്ളൂ. യേശുവിന്റെ ആഹാരം എന്തോ? To do the will of God. യേശുവിന് ജീവിക്കണമെങ്കിൽ പിതാവിന്റെ ഹിതം നിറവേറ്റാലേ പറ്റുള്ളൂ, അല്ലെ ജീവിക്കാൻ ഒക്കത്തില്ല. ഫുഡ് കഴിക്കാതിരുന്നാൽ എന്തോ പറ്റും? ഫുഡ് കഴിക്കാതിരുന്നാൽ എന്താ പറ്റും? You feel hungry. വിശപ്പുണ്ടാകും. എന്തിനു വേണ്ടി വിശപ്പ്? ആഹാരത്തിന് വേണ്ടി വിശപ്പ്, അല്ലേ? ആഹാരം എന്തുവാ? ദൈവത്തിന്റെ ഇഷ്ടം. കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സഭയിലുള്ള നമുക്ക്
നമുക്ക് എല്ലാവർക്കും ഒരു വിശപ്പുണ്ടാകും. എന്തോ ആ വിശപ്പ്? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള വിശപ്പ്, ഇഷ്ടം ചെയ്യാനുള്ള വിശപ്പ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയട്ടെ, ഈ മുറി വിട്ട് പോകുന്നതിന് മുമ്പേ, ഈ ബിൽഡിംഗ് വിട്ട് പോകുന്നതിന് മുമ്പേ, let's go out hungry and thirsty. എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതിരുന്നാൽ, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് വിശക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്നേ ദിവസം ദൈവം എന്നെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാനിന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്യാനുള്ള ആർത്തി, the hunger and thirst to be in the central point of God's will, where I can roam around and eat that food. ആ ഒരു hunger and thirst ഇന്ന് പകലിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൈകിട്ട് വരെ കഴിച്ചില്ലെന്നോ പറ്റും. ഹങ്കറും ഉണ്ടായി, തേഴ്സ്റ്റും ഉണ്ടായി, എന്നിട്ടും കഴിച്ചില്ലെന്നോ പറ്റും. You get so tired, അല്ലേ? Tired. Okay, ക്രിസ്ത്യൻ ജീവിതത്തിൽ ടയർഡ്നെസ് ഉണ്ടായിട്ടുണ്ടോ? Yes, I have ups and downs. എപ്പോഴാണ് ഡൗൺ ആവുന്നറിയാം? നമ്മൾ ദൈവവിധത്തിൽ അല്ലാതിരിക്കുമ്പോഴാണ്. No doubt about it, no doubt. ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഞാൻ പുണ്യവാളനായിട്ട് ഒന്ന് പ്രസംഗിക്കൊന്നുമല്ല. എനിക്കുണ്ട് ഈ ups and downs and ups and downs and downs. നിങ്ങൾക്കെല്ലാവർക്കും ഇല്ലേ? എനിക്കുണ്ട്. എപ്പോഴാണ് നമ്മൾ ഈ ഡൗൺ ആകുന്നറിയാമോ? ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് സ്ലിപ്പ് ചെയ്യുമ്പോഴാണ്. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ചെയ്യേണ്ട പോലെ ചെയ്യാതിരിക്കുമ്പോൾ, കൊടുക്കേണ്ട പോലെ കൊടുക്കാതിരിക്കുമ്പോൾ, സമർപ്പണ ജീവിതം ഇല്ലാതിരിക്കുമ്പോൾ, ദൈവത്തെക്കാൾ കൂടുതൽ വേറെന്തിനെയും സ്നേഹിക്കുമ്പോൾ, ആ സമയത്താണ് നമുക്ക് ഈ ടയർഡ്നെസ് ഉണ്ടായിട്ട് നമുക്ക് ഇത് കൂട്ടായ്മയ്ക്ക് പോകുന്നില്ലെന്നൊക്കെ തോന്നും. ഞാനിതൊരു കോഷനായിട്ട് നിങ്ങൾക്ക് തരിക, ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങൾക്ക് തരിക. Anytime, every time when you are tired in your Christian life, when you go through spiritual depression, remember something is going wrong in your life. You examine your life and make sure that you will stand firm by the will of God. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ടയർഡ്നെസ് എല്ലാം കഴിഞ്ഞ് നമ്മളത് വീക്കാകും. പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലൂസ് ചെയ്യും, അല്ലേ? വെയിറ്റ് ലൂസ് ചെയ്യും. എന്നെ ഒരു 15 വർഷം മുമ്പുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ എന്തിതായിരുന്നു അറിയാം. എന്താ ചോദിച്ചാൽ ഞാനങ്ങ് ഡയറ്റിങ് തുടങ്ങി വെയിറ്റ് കുറഞ്ഞു. അവിടെ വെയിറ്റ് കുറയും കേട്ടോ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. ആ സ്പിരിച്വൽ വിഗർ, സ്പിരിച്വൽ വെയിറ്റ്, the spiritual stamina, the spiritual enthusiasm, that spiritual beauty, the spiritual glory on your face, എല്ലാം അങ്ങോട്ട് മങ്ങിയിട്ട് ഒരുമാതിരി ഉണങ്ങി. Be careful that you always stand firm by the will of God. അതങ്ങനെ എക്സ്ട്രീമിറ്റിയിൽ എത്തുമ്പോഴാണ് അനറക്സിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകും. അതറിയാമല്ലോ. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതെന്തുവാ? കഴിക്കാതിരുന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞിട്ട് അവസാനം ഇവർക്ക് കഴിക്കാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ. ഇവർക്ക് കഴിക്കാൻ ഒക്കത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയും കുടലൊക്കെ അങ്ങ് ചുരുങ്ങിയെന്ന് പറയും. മനസ്സിലായി? പിന്നെ എത്ര പ്രസംഗം കേട്ടാൽ ഏക്കാത്ത അനുഭവം. ദൈവത്തിന്റെ ഹിതത്തിനകത്തുനിന്ന് അല്പമെങ്കിലും നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മടങ്ങി വന്നോണം. Otherwise what happens is you will go into a state which is called spiritual anorexia, where even any kind of strong preaching or teaching will not work in your life. And you will find it extremely difficult to maintain a proper Christian life. And you will get spiritual deficiency diseases.
എന്നെ മലയാളത്തിൽ പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസിന് പോഷകാഹാരങ്ങളില്ലാത്തതിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ. ഈ സഭയിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം പോഷകാഹാരം കിട്ടാത്ത വിശ്വാസികളെയൊക്കെ. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടുത്തേക്കാൾ കൂടുതൽ ഡെഫിഷ്യൻസി ഡിസീസ് ഉള്ളവരെ ഞാൻ അവിടെ കാണാറുണ്ട്. ഇതൊക്കെ എന്തൊരു നല്ല സൂപ്പർ സഭയാണെന്ന് അറിയാമോ? പിശാച് കേൾക്കാതിരിക്കും. എന്തെല്ലാം സ്പിരിച്വൽ ഡിസീസസുമായിട്ടാണ് വരുന്നതെന്നറിയാം. ഡെഫിഷ്യൻസി ഡിസീസ് ബിക്കോസ് they are not very well fed from the word of God. അവർ വിചാരിക്കുന്ന പാസ്റ്റർ പ്രസംഗിക്കുന്ന ഫുഡ് കൊണ്ട് മാത്രം ജീവിക്കാവുന്ന പറ്റത്തില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ പാസ്റ്റർ വെസ്ലി ലൂക്കോസ് തരുന്ന ഫുഡ് തന്നെ തിന്ന് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. യു വിൽ ഡെഫിഷ്യൻസി ഡിസീസിൽ നിങ്ങൾ ചെന്ന് അവസാനിക്കും. അദ്ദേഹം ഞായറാഴ്ച ഒരിക്കൽ ചില സപ്ലിമെന്റ് തരുമെന്നുള്ളതേ ഉള്ളൂ. ബാക്കി 6 ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കണ്ടെത്തി കഴിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡെഫിഷ്യൻസി, ഒരു പോഷക മൂല്യ കുറവുള്ള പിള്ളേരെ പോലെ കണ്ടിട്ടില്ലേ ആഫ്രിക്കൻ പിള്ളേരൊക്കെ? ഞാൻ 14 വർഷം ആഫ്രിക്കയിൽ നിന്നവരാണ്. അതുപോലെ നമ്മൾ ആയിപ്പോകും, സൂക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിഞ്ഞാൽ കഴിക്കാതെ ഇരുന്ന് ഈ അനോറക്സിയയുടെ സ്റ്റേജും കഴിഞ്ഞ് പിന്നെന്തോ അടുത്ത സ്റ്റേജ് തീർന്നു, ഡെത്താണ് അല്ലേ, മരണം. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ക്രിസ്ത്യൻ ലൈഫിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു പോകും. അതിനാ മലയാള വാക്ക് ലൈഫ് എക്സ്പെക്ടൻസി. സാരമില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞു. ആയുഷ് ദൈർഘ്യം, ആയുഷിന്റെ അളവ്, അതിനെ കുറിച്ചാണ് പറയുന്ന മുറ്റിയ മാനസാന്തരം 3 മാസം എന്നൊക്കെ പറയുന്നു. കുറച്ചു നാൾ ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് പോലും കാണത്തില്ല. ചത്തു പോയി, കഥ കഴിഞ്ഞു. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നിന്ന് വട്ടം കറങ്ങി നിന്നില്ല എങ്കിൽ ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കും. കാരണം കർത്താവ് പറഞ്ഞത് എന്തുവാ? എന്റെ ആഹാരമാണ് ഇത്, ആഹാരം കഴിച്ചില്ലെങ്കിൽ പോകാം. ദൈവത്തിന്റെ ഹിതം ചെയ്യുക, ദൈവത്തിന്റെ ഹിതം അറിയുക, ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിതനായി ദൈവം എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്, പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞാൻ മൂവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ടയർഡാകും, ഞാൻ വീക്കാകും, ഞാൻ എന്റെ വെയിറ്റ് ലൂസ് ചെയ്യും, എനിക്ക് സ്പിരിച്വൽ അനോറക്സിയ ഉണ്ടാകും, എനിക്ക് സ്പിരിച്വൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകും, അവസാനം എന്റെ ലൈഫ് എക്സ്പെക്ടൻസി എല്ലാം കുറയും, ഞാൻ ചാകും, ആത്മീയ ജീവിതം ചാകും. അത്രയേ ഉള്ളൂ. ഇഫ് യു ആർ നോട്ട് സ്റ്റാൻഡ്, ഇഫ് യു ഡോണ്ട് സ്റ്റാൻഡ് ബൈ ദി വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് എപ്പപ്രാസ് പ്രാർത്ഥിക്കുന്നത് എന്തോ എന്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഈ കൊലോസ്യ സഭ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് അതിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് ഒന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല. ഈസ് റെസ്ലിംഗ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ മത്സരിക്കുക. റെസ്ലിംഗ് എന്നുള്ള വാക്കറിയാമല്ലോ. ഈസ് റെസ്ലിംഗ് ഇൻ പ്രയർ that the church will stand by the will of God. യേശുക്രിസ്തുവിന്റെ താല്പര്യം, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം എന്നുള്ള താല്പര്യം എന്നുണ്ടായതാണെന്നറിയാം. ഒരുവിധം വിവരം വെച്ചോ ആലം മുതലേ ഉണ്ട്. അതുകൊണ്ട് 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്ന് മാതാപിതാക്കളുടെ കൂടെ പോകാൻ അല്ലേ. അപ്പൊ അപ്പനും അമ്മയും തിരക്ക് വന്നു കഴിഞ്ഞപ്പം വേണ്ട കൊച്ചു പയ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പുരോഹിതന്മാരുടെങ്കിലും ശാസ്ത്രിമാരുടെങ്കിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ ന്യായപ്രമാണത്തിലെ വലിയ കഥകളൊക്കെ ഇരുന്ന് സംസാരിക്കുക. അപ്പൊ ചോദിച്ചു, എന്റെ കുഞ്ഞെ നീ ഞങ്ങൾ ഇത്ര വിഷമിപ്പിച്ചല്ലോ. അപ്പൊ കുഞ്ഞെന്നോ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിൽ ഇരിക്കണം. അപ്പം യേശുക്രിസ്തുവിന് ആ പ്രായത്തിൽ തന്നെ ദൈവഹിതം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാനും മനസ്സിലായല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും സ്പിരിച്വൽ മെച്യൂരിറ്റി ലെവലിൽ, ഗ്രോത്ത് ലെവലിൽ ഇന്ന് ദൈവത്തിന്റെ ഹിതം എന്നെ കുറിച്ച് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. Even at the age of 12, Jesus knew very well about the will of God. And we have been serving the Lord for the last 20 years or 10 years or 50 years or 30 years. How
much more we should know about it. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, തുറന്നു പറയട്ടെ. നിങ്ങൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള കാലം ഒന്ന് കണക്ക് കൂട്ടിയാൽ ആ കാലത്തിന് അനുപാതമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി in knowing God's will about your life ഉണ്ടായിരിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലുണ്ട്. എടുക്കാൻ പോലും ഒത്തിരി സമയം പോകും. ആ പ്രാർത്ഥന വീട്ടിൽ പോയിരുന്നു വായിക്കുന്നത് നല്ലതാണ്. യേശുക്രിസ്തുവിന്റെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ 12 വയസ്സുള്ളപ്പോഴത്തേക്ക്. ഇപ്പോൾ 12 വയസ്സല്ല, ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം 33 വയസ്സായി. അവ ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴും തനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാനൊക്കുന്ന ചില കാര്യങ്ങൾ, പ്രസ്താവനകൾ അതിനകത്തുണ്ട്. ഒന്നിങ്ങനെയാണ്, I have brought you glory on earth by completing the work you gave me. Verse 4. നീ എന്നെ ഏൽപ്പിച്ച ജോലി തികച്ചു എന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യം ഉണ്ട്. 12-ാമത്തെ വയസ്സിൽ അവൻ പറഞ്ഞു, എന്തുവാ, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ്. 33 വയസ്സായപ്പോൾ അവൻ പറയാണ്, ഇന്ന് വരെ ചെയ്യേണ്ടതെല്ലാം ഞാൻ തികച്ചു, ദൈവത്തിന്റെ ഹിതം ഞാൻ തികച്ചു. അയ്യോ, സത്യം ഞാൻ നിങ്ങളോട് പറയാമേ, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നി. ഇത് പ്രസംഗിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ലെന്ന് തോന്നി. എത്ര അവസരങ്ങൾ ദൈവം കർത്താവിന്റെ സാക്ഷിയാകാനായിട്ട് എനിക്ക് തന്നിരുന്നു. ഞാൻ വേസ്റ്റ് ആക്കിക്കണം. എനിക്കിത് പറയാൻ പറ്റുമോ? എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന ഇന്ന്, കർത്താവെ കുടിശ്ശിക തീർത്താൻ ഞാൻ ഉപയോഗിക്കണം. വേസ്റ്റ് ആക്കിയ സമയമെല്ലാം ഒന്ന് തിരിച്ചു കിട്ടി. കുടിശ്ശിക തീർത്ത് ഇവിടുന്ന് അങ്ങ് പോകാനിടയായിരുന്നില്ല. Again Jesus says in verse 6, I gave you the revelation you gave me. നീ നിന്നെ എനിക്ക് വെളിപ്പെടുത്തി, ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് എന്തെല്ലാം വെളിപ്പാടുകൾ തന്നു. വെളിപ്പാടുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? കർത്താവ് പറയുകയാണ്, നീ എനിക്ക് തന്ന വെളിപ്പാട്, റെവലേഷൻ ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. I gave them the words that you gave me. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. You gave me the name to protect them. നീ എനിക്ക് തന്ന നാമത്തിൽ ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. പിന്നെ പറയുകയാണ്, I gave them the glory you gave me. അവർ നീ എനിക്ക് തന്ന മഹത്വത്തിൽ. പിന്നെ പറയുകയാണ്, I gave them the love that you gave me. പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന കാര്യമാണ്. എക്സാക്ട് ഞാൻ പറഞ്ഞ പോലല്ല വാക്യം, അതിനകത്തെ അർത്ഥമാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പൊ 12-ാമത്തെ വയസ്സിൽ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പിതാവിന്റെ ആലയത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം. അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന സമയം പറയുകയാണ്, you gave me the glory and I passed it on to them. You gave me the words, I gave them the words. You gave me the love, I gave them the love. You gave me your name, I protected them by that name. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ദൈവഹിതം സംബന്ധിച്ച് എല്ലാം കംപ്ലീറ്റ് ആക്കി ഫയൽ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചില ലേഖനം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതിൽ വളരെ സങ്കടം തോന്നുന്ന ഒരു ഭാഗമാണ്. ഹുമനയോസും ഫിലേത്തോസും എല്ലാം എന്നെ ഇട്ടു പോയി. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ദോഷം ചെയ്തു. ദേവാസ് ഈ ലോകത്തെ വിട്ട് പോയി. ഡിപ്രഷൻ തന്നെ ഡിപ്രഷൻ. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നല്ല
ഞാൻ നല്ല ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി അവൻ പോയ എന്നെ പൊക്കോട്ടെന്നേ. ഹുമനയോസും പിലേത്തോസും അലക്സാണ്ടറും ദേമാസും ഒക്കെ അവർ പോയപ്പോൾ ഞാൻ എന്റെ പണി തീർത്തല്ലോ. എനിക്ക് എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്തു തീർത്ത്. അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യമെല്ലാം പറയുന്നത്. ഏതാ ഞാൻ ചെയ്തതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ദൈവം എന്നെക്കുറിച്ച്, ദൈവത്തിന്റെ ഹിതം എന്നെക്കുറിച്ച് എന്തായിരുന്നു അതെല്ലാം ഞാൻ ചെയ്തു തീർത്തു. പക്ഷെ അവരൊക്കെ എന്നെ വിട്ടുപോയി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, എന്റെ കൂട്ടുകാരൻ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനല്ല എന്നും പറഞ്ഞ് എക്സ്ക്യൂസ് അടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എന്റെ കൂടെ പഠിക്കുന്നവരെല്ലാം അങ്ങനെയാന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ നോക്കിയല്ല നമ്മുടെ ജീവിതം. നമുക്ക് ദൈവഹിതത്തെ കുറിച്ച് നല്ല ബോധ്യം വേണം. അതിന് നമ്മൾ സറണ്ടേഡ് ആയിരിക്കണം. ഈ ലോകത്തിൽ ഹുമനയോസും പിലേത്തോസും ദേമാസും അലക്സാണ്ടറും ഒക്കെ കാണും. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ 33 വയസ്സ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം? ജീവിതത്തിന്റെ അവസാനം വരുമ്പോൾ ധൈര്യമായിട്ട് പറയണം, ഐ ഡിഡ് ദ വിൽ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ഹിതം ചെയ്തു. I have completed it. There is nothing left to be finished. There is no unfinished work. Until today, ഞാൻ വളരെ അപ്ഡേറ്റഡ് ആണ്. ഇന്നും അപ് ടു ഡേറ്റ് ആണ്. ഇന്നേ ദിവസം ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ള ക്ലാരിറ്റി ഇനി ദൈവത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് യേശു പറഞ്ഞ കാര്യമാണ്. I have made you known to them and will continue to make you known. ഇത് പറയുമ്പോൾ എത്ര വയസ്സാ? 33 വയസ്സ് അല്ലേ? എല്ലാം ചെയ്തു ചെയ്തെന്നുള്ള നല്ല ധൈര്യത്തിൽ പറയാണ്. I have done everything you asked me to do and I will continue to do. And I will continue to do. ഇനി ഞാൻ ചെയ്യും. ഇനി ആകെ ഉള്ളത് എന്തുവാ? പീലാത്തോസിൽ കൂടെ കയറി, ഖന്നാവിൽ കൂടെ കയറി, കയ്യാമ്പൽ ഭാഗത്തിൽ കൂടെ കയറി, ഗസ്സമനെ കൂടെ കയറി, ഗോൽഗോത്തായിൽ കൂടെ കയറി, അങ്ങനെ അങ്ങ് എത്തുക. ആ പോക്ക് പോകുമ്പോഴും I will continue doing that. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? I will continue doing that. So the cross is not going to stop me doing God's will. Amen. Pilate or the Sanhedrin is not going to stop me doing God's will. Amen. Hallelujah. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള വിളി, എന്നെ കുറിച്ചുള്ള വിൽ, അത് ഞാൻ തീർക്കും. And I will continue that. I know the days ahead is not going to be favorable to me, but I will continue doing that. എനിക്ക് മുമ്പിലിരിക്കുന്ന ഇനിയും ചില ദിവസങ്ങൾ കൂടെ ഉള്ളൂ, അതെനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈമല്ല, but I will continue doing that. ബർമിനിയം സഭയെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് അതിന് സമർപ്പിതരായിട്ട് നമുക്ക് ഇന്നുകൊണ്ട് അറിയിപ്പോ. All I have is yours and all you have is mine. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, നിനക്കുള്ളതെല്ലാം എന്റേതാണ്. അതാണ് ഞാൻ സ്ലൈവിനെ കുറിച്ച് പറഞ്ഞത്. എന്തുവാ? എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങളും, എന്റെ പണവും, എന്റെ പേഴ്സും, എന്റെ ക്വാളിഫിക്കേഷനും, എന്റെ യോഗ്യതയും എല്ലാം നിന്റേതാണ്, നിനക്കുള്ളതെല്ലാം എന്റേതുമാണ്. എന്തൊരു ജീവിതം, എന്തൊരു ഫ്രീ ലൈഫ് അല്ലേ, എന്തൊരു ഹാപ്പി ലൈഫ്. എനിക്കുള്ളതെല്ലാം നിന്റെ, നിനക്കുള്ളതെല്ലാം എന്റെ. നമ്മൾ ദൈവഹിതത്തിനകത്താണോ നിൽക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യണം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു വാക്യമുണ്ട്. അത് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ എന്തുവാ? നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പം ദൈവഹിതം അനുസരിച്ച് നമ്മൾ നിന്നാൽ നമുക്ക് എന്തോ ഉണ്ടാകും? മനസ്സിന്
രൂപാന്തരം ഉണ്ടാകും. രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവജനത്തിനകത്തല്ല. ഡെഫിനിറ്റ് ആണ്. ഇന്നലത്തെ അലക്സ് തന്നെയാണ് ഇതിലൂടെ ഒന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ദൈവപ്രകാരം അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷത്തെ ആള് തന്നെയാണോ ഈ വർഷവും? നിങ്ങൾക്ക് രൂപാന്തരം ഓൺ എ ഡെയിലി ബേസിസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ? എനിക്ക് നടക്കുന്നുണ്ടോ? We are the same Alex of 2011. I'm not standing by the will of God. ദൈവത്തിലല്ല. ദൈവത്തിൽ നിൽക്കുന്ന ഒരാളുടെ പ്രത്യേകതയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അങ്ങനെ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കുള്ളൂ. Let me ask you this question. Is your attitude changing? Is your commitment changing? Is your prayer life renewed? Is your eagerness to see the Lord Jesus changed or improved? Are you the same person like last year? Are you more enthusiastic than last year? Are you leading a better life than last year? Are you paying the same amount of money to the Lord's kingdom? Are you passing through any kind of transformation? Do you love your brothers and sisters more than last year? Have you got more time to love the Lord than last year? നമുക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമ്മൾ ദൈവജനത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. So, on a daily basis, or at least a weekly basis, or in a monthly basis, we have to go and do a checkup. Am I the same person? Or am I changing? Am I getting transformed to the characters of my Lord Jesus? Have I got the same attributes like last year? Or am I a better person than last year? ഞാൻ കർത്താവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ കഴിയുന്നുണ്ടോ എന്ന്. That is the best test you can do. കർത്താവ് മരണത്തിനോട്, ഞാൻ മുമ്പേ പറഞ്ഞത് മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ്. അതും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളോട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 26:31 താനിങ്ങനെ പാസ് ഓവർ ഫീസ് ഒക്കെ ഈ പെസഹ എല്ലാം കൊടുത്തു, അപ്പവും വീഞ്ഞും എല്ലാം നോക്കി ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തതിന് ശേഷം താൻ പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. 31 അവസാനം മുതൽ ഞാൻ വായിക്കുകയാണ്. I will strike the shepherd and the sheep of the flock will be scattered. അവൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് വെച്ചാൽ പൂശീകരണത്തെ കുറിച്ച് എല്ലാം ഉള്ള പ്രോഫസി എല്ലാം പറഞ്ഞു. This very night you will all fall away on account of me. ഇന്ന് രാത്രിയിൽ നിങ്ങളെല്ലാം എന്നെ ഇട്ടേച്ച് പോകുന്ന ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടാകും എന്നെല്ലാം പറഞ്ഞ ശേഷം കർത്താവ് പറയാണ്, but after I have risen, I will go ahead of you to Galilee. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഗലീലയിലേക്ക് പോകും. നിങ്ങൾക്ക് മുമ്പായി അങ്ങ് ഗലീലയിലേക്ക് പോകും. അപ്പൊ കർത്താവിന് നല്ല നിശ്ചയമുള്ള ഒരു കാര്യമുണ്ട്. എന്തുവാ? അവൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും, അല്ലേ? ക്രൂശീകരണം നടക്കും, മരിക്കും. പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. I am 100% sure that I will go ahead of you to Galilee. അപ്പൊ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നിന്ന യേശുവിന് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. that only God's plan will prevail. Only God's will is going to prevail in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കുകയുള്ളൂ. ഇവ എത്ര ഇടയനെ അടിച്ചാലും എത്ര ആളുകൾ ചിതറിപ്പോയാലും നിങ്ങളെല്ലാം എന്നെ വിട്ട് തള്ളി പറഞ്ഞു പോയെന്ന് പറഞ്ഞാലും ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്,
Because only God's will is going to prevail in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ, അത് മാത്രമേ നിറവേറുള്ളൂ, വേറെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുവാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്ന യുവജനങ്ങളോടും ഈ നല്ല പ്രായമുള്ളവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളെ എല്ലാ യുവജനങ്ങളെന്ന് പറയാം, കാരണം എനിക്ക് കൈപിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രായം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. Remember in your life, whatever happens in your life, എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നെന്ന് പറഞ്ഞാലും അവസാനം only God's will is going to prevail in your life as long as you stand firm by the will. ദൈവം നിങ്ങളെ അറിയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഹിതത്തിന് നിങ്ങൾ സമർപ്പിതരാണെങ്കിൽ ദൈവേഷ്ടത്തിന് വിപരീതമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. അതാണ് ദൈവഹിതത്തിലുള്ള സമർപ്പണം, ദൈവഹിത പ്രകാരമുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ഫാസ്റ്റർ വി എ തോമസിനെ അറിയാം. അദ്ദേഹത്തിന്റെ ഭയങ്കര ഡയബറ്റിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു, ഇവിടെ വെച്ച് മുറിച്ചു കാണും. മറ്റേ കാലുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ നിന്ന് വാനം പിടിച്ചുകൊണ്ട് കുറെ വിശ്വാസികളും ഞങ്ങളുടെ പാസ്റ്ററും എല്ലാം കൂടെ അങ്ങ് മലബാറിൽ കാണാൻ പോയി. അവിടെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് പാസ്റ്റർ വി എ തോമസിനെ? പുള്ളി വളരെ സന്തോഷമായി അയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മുഴുവൊന്നും കഴിഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊരു വാട്ടം അടിച്ചു, അവരിതങ്ങ് മുറിച്ചു കാണും. ഇതിനും ഒരു ചെറിയ വാട്ടം കയറിയിട്ടുണ്ട്, അത് മുറിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഐ ഡോണ്ട് കെയർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ tomorrow in my life. I am in the central point of God's will, and whatever happens in my life is going to be the will of God. ഇനി മറ്റവരോടെ മുറിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ രണ്ട് കാലില്ലാത്തവരായി മരിക്കാനായിട്ടാണ് ഞാൻ ആയിക്കോട്ടെ. That is the surrendered life. That is the surrendered life. ദൈവത്തിന്റെ പ്ലാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ എന്നുള്ള ഉറപ്പ്. എന്നെ ചലഞ്ച് ചെയ്ത മറ്റൊരു വാക്യം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്യത്തിന് മുമ്പിൽ ഞാൻ തകർന്നുപോയി, കാരണം എനിക്കിത് കഴിയാത്ത ഒരു കാര്യമാണ്. കമ്മിറ്റി കൂടുമ്പോൾ നമുക്കിത് ഒപ്പുകൊണ്ടിരുന്ന അറിയാം. വഴക്കുണ്ടാകുമ്പോൾ, സഭാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവിടുന്ന് ഒരു പ്രശ്നമില്ല, ഞങ്ങളോടൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അന്നേരമാണ് അറിയേണ്ടത് നമ്മുടെ മൂല്യം. അവനെ മേൽ ഇൻസൾട്ട് അടിച്ചപ്പോൾ he did not retaliate. When he suffered, he made no threats. Instead, he entrusted himself to him who judges justly. ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചു. അല്ലേ? ഉപദ്രവം വരുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയൊന്നും പറയാതെയും, പിന്നെ അവർ ഇൻസൾട്ട് അടിച്ചിട്ടും ഒറ്റ വാക്ക് തിരിച്ച് ഇൻസൾട്ട് പറയാതെയും ന്യായമായി വിധിക്കുന്നവർക്ക് കാര്യം ഫലമേൽപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ ഹിതത്തിനുള്ള സമർപ്പണം. എന്താ പറയാഞ്ഞത്? എന്താ യേശു പറയാഞ്ഞത്? ഇനിയിപ്പോ ഞാൻ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ യേശു ഒരു എതിരും പറയാൻ ഈ ക്രൂശിൽ കയറാനായിട്ടുള്ള സമയം അടുത്തിട്ടും? He knew very well that Pilate was wrong and he was correct. അല്ലേ? ഹന്നാവ പറഞ്ഞതല്ല ശരി, ഞാൻ പറഞ്ഞതാ ശരിയെന്ന് അവന് നന്നായിട്ട് അറിയാം. He knew very well that the whole Sanhedrin was wrong and he was right. അല്ലേ? എന്നിട്ടും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തോ? ന്യായമായി വിധിക്കുന്നവർക്ക് കാര്യം ഫലമേൽപ്പിച്ചു. A surrendered life is not an opportunity to prove that you are innocent. ഞാൻ പറയാൻ മനസ്സിലായി? A surrendered life is not an opportunity to prove your innocence, but it is an opportunity for you to shut your mouth up and entrust everything completely to the Lord. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് മിണ്ടാതിരിക്കാനുള്ള ജീവിതമാണ് സറണ്ടേർഡ് ലൈഫ്. അല്ലാതെ സറണ്ടേർഡ് ലൈഫ് ഇങ്ങോട്ട് പറയുന്നത് തിരിച്ചു പറഞ്ഞ് ഞാനാണ് ഇന്നസെന്റ് എന്നും നീയാണ് ഗിൽറ്റി എന്നും പ്രൂവ് ചെയ്യാൻ
ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ള കർത്താവിന് നന്നായിട്ട് മനസ്സിലായി. അതാണ് സറണ്ടേർഡ് ലൈഫ്. അതാണ് സറണ്ടേർഡ് ലൈഫ്. സബ്മിഷൻ ടു ഗോഡ്സ് വിൽ. കർത്താവിന് നന്നായിട്ട് അറിയാം ഇവർക്ക് മുമ്പായിട്ട് ഞാൻ ഗലിയിലേക്ക് പോകേണ്ടവരാണെന്ന്. അത് അറിഞ്ഞുകൊണ്ടാണ് ഹന്നമാണ് ഗിൽറ്റി എന്ന് പ്രൂവ് ചെയ്യാൻ പോവാഞ്ഞ, പൈലറ്റാണ് ഗിൽറ്റി എന്ന് പ്രൂവ് ചെയ്യാൻ പോവാൻ, സെക്രട്ടറി എല്ലാം പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ തനിക്ക് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ and he has to surrender himself to the Lord's will. And he knew very well that only God's will is going to be to prevail. And he knew very well that it is not God's will to prove my innocence, but it is God's will to surrender myself completely to the Lord's will. അത് നന്നായിട്ട് ബോധ്യമുണ്ടായപ്പോൾ തന്നെ താൻ സമർപ്പിക്കപ്പെട്ടവനായിട്ട് തീർന്നു. He knew very well that there is going to be a judgment. He knew very well that there is going to be a resurrection. He let God to take the decision. He did not resist the government. And finally, the resurrection proved that he was correct. Amen. Amen. The resurrection proved that he was correct. എന്റെ ദൈവമേ, ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഏതാ അനീറ്റയുടെ ബേഡിയ 2 പിള്ളേരുടെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അത് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞാൻ ഈ പ്രസംഗം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. അതെന്നെ വല്ലാച്ചാലും ഒരു രാത്രി മുഴുവൻ ഞാൻ ഈ അനീറ്റയെ എഴുതി ഓർത്തുകൊണ്ടിരുന്നു. വഴക്കുണ്ടായപ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ കൊച്ചു പയ്യൻ പറയാം, യു ആർ റൈറ്റ് ആൻഡ് ഐ ആം റോങ്. ഓക്കെ, അനീറ്റ ഈസ് റൈറ്റ് ആൻഡ് എബി ഈസ് റോങ്. ഓക്കെ, രണ്ട് ചേട്ടത്തെ ആംഗ്ലം ബംഗളൂർ ഉണ്ടായ വഴക്കിന്റെ കാര്യമായിരുന്നു ഈ പറയാം. അപ്പൊ കൊച്ചു പയ്യൻ പറയാണ്, എൽഡർ സിസ്റ്റർ യു ആർ റൈറ്റ് ആൻഡ് ഐ ആം റോങ്. ഓക്കെ, the most difficult thing to say, അല്ലേ? കമ്മിറ്റി കൂടുമ്പോൾ എന്തോ നമ്മൾ ചെയ്യുന്നത്, എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം, ഞാൻ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എന്റെ വാദഗതികൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. യെസ്, I knew that evil is in my life. I want to get rid of that. Because there is a judge. And there is a third day. There is a third day when the whole thing is going to be resurrected. He knew very well that on the third day he will resurrect. So it is unnecessary to argue. It is unnecessary to argue. The resurrection is actually going to prove that he is standing by the will of God. അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെയും ജീവിതത്തിലെ പ്രമാണം. Yes, finally God's will is going to prevail in my life, and the resurrection is going to prove whatever I am going through today is by the will of God, and He has permitted it in my life. And today people can misunderstand me, but there is a day, the third day is going to prove. They will see me going to Galilee, and they will say that surely this man was standing by the will of God. ആ ദിവസം അതെല്ലാം പ്രൂവ് ചെയ്യും. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്റെ സമയം തീരുന്നു, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. മോശെ ആണോ നേതാവ്, ഇവനാണോ നമ്മളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായി. അപ്പൊ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് വൈകിട്ട് മേളിൽ നിറച്ച് താഴോട്ട് വീഴുമ്പോ അന്നേരം നിങ്ങൾ മനസ്സിലാക്കിക്കോളും, അതുവരെ നേതാവ് കൊള്ളത്തില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു. മനസ്സിലായി? യേശു പറഞ്ഞു 3-ാം ദിവസം നിങ്ങൾ അറിയും. മനസ്സിലായി? We have to wait to see what God is going to do in our life when we are totally surrendered to God's will. Remember one thing, if you lead a surrendered life, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, it is just like food, അല്ലേ? കഴിച്ച ഫുഡിന്റെ മേൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ? വായിലോട്ടിട്ടു, ചവച്ചു, ഇന്നലെ കഴിച്ച ഇറച്ചിയും ബിരിയാണി വായിലിട്ടു, ചവച്ചു, വിഴുങ്ങി, പിന്നെ നമ്മൾ എന്തോ ചെയ്തു? പോയി കിടന്നുറങ്ങി, അല്ലേ? ഇനി ഞാൻ പ്രസംഗിക്കുന്ന ഇന്നലെ വൈകിട്ട് കഴിച്ച ഇറച്ചിയുടെ ബലം കൊണ്ടാണ്, അല്ലേ?
നമുക്കതിന് മേൽ വല്ല കൺട്രോളും ഉണ്ടോ? അയ്യോ ഇറച്ചി എനിക്ക് വിറ്റമിൻ B12 എനിക്ക് വേണ്ട, B6 മാത്രം എന്റെ ബ്ലഡിലോട്ട് കയറട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും? പറ്റത്തില്ലല്ലേ? പറ്റത്തില്ലല്ലോ. നമുക്കൊരു കൺട്രോളും ഇല്ലല്ലോ. കഴിച്ചു കഴിഞ്ഞ ഫുഡിനെ കുറിച്ച് നമുക്കൊരു കൺട്രോളും ഇല്ലല്ലോ. അപ്പൊ ഓർത്തോണം, ആ ഇറച്ചി കഷ്ണം വായിലോട്ട് ഇട്ടപ്പോൾ അത് പറയുന്നത് എന്താണെന്നറിയാമോ? ഐ സറണ്ടർ മൈസെൽഫ് ടു യു. വിഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ മേൽ കൺട്രോൾ ഇല്ല. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നാം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. കൈയെടുത്തേക്കണം. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി എന്നെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ പ്രയാസം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആഹാരമാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്ന ആഹാരമാണെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളെ സമർപ്പിക്കപ്പെട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേൽ നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മുടെ മേലുള്ള നമ്മുടെ കൺട്രോൾ വളരെ ലിമിറ്റഡ് ആണ് എന്ന് ഓർക്കണം. If you are totally surrendered person, if you are a person who is totally surrendered to the will of God, remember your control over your life is limited. You have only limited control over your life. That's the totally surrendered life. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മളെ കുറിച്ചുള്ള കൺട്രോള് നമ്മുടെ കയ്യിലല്ല. നമ്മളെ കുറിച്ചുള്ള കൺട്രോൾ നമുക്കല്ല, ദൈവത്തിനാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ലെസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു 5 or 6 പ്രാവശ്യം ഞാൻ കടന്നു പോയത്. എപ്പോഴാണെന്നറിയാം? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കിട്ടിക്കത് കല്ല്, ഇച്ചിരിയില്ലാത്ത കൊച്ചു കല്ല്. ഡോക്ടർ മെഷർ ചെയ്തിട്ട് ഒരു ഗോതമ്പോണിയാണ് അത്രേ ഉള്ളൂ. പക്ഷെ ഇതിരുന്ന് എന്തെല്ലാം ശല്യങ്ങളാ ചെയ്യുന്നതെന്നറിയാമോ? ഇത് പൊട്ടിക്കാനായിട്ട്, ഇത് കളയാനായിട്ട് ഒരു 5-6 പ്രാവശ്യം എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തരുന്നതിന് മുമ്പേ, തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പേ ഒരു നേഴ്സ് ഇങ്ങോട്ട് വന്നു. അവൾ എന്റെ അത്രയൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ, എന്റെ അത്ര ശമ്പളം വാങ്ങിക്കുന്നോളും അല്ല. അവർക്ക് ആ ഒരു തൊപ്പി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വെളുത്തൊരു ഇതുപോലത്തെ ഒരു വസ്ത്രവും അല്ലേ. എന്റെ എനിക്ക് വന്നിട്ട് പറയാൻ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം, അതിന്റെ അടിയിലോട്ട് സൈൻ ചെയ്തു. ഇല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കേൾക്കത്തില്ല. അതിനകത്ത് എന്താ പറയുന്നത്? ഈ ഓപ്പറേഷൻ മൂലം ഞാൻ മരിക്കേണ്ടി വന്നാൽ നീ അല്ല ഉത്തരവാദി, ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഇത് കഴിയുമ്പോൾ സുഖം പ്രാപിക്കാനും പ്രാപിക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഡോക്ടർക്കല്ല, നേഴ്സിനുമല്ല, നിനക്കാണ്. കൊച്ചെ നീ എവിടെ പഠിച്ചിട്ട് വന്നതാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഒപ്പിട്ട് കൊടുത്തു. കാരണം എനിക്കറിയാം എന്റെ വേദന, ഒപ്പിട്ട് കൊടുത്തു. യു ബിക്കം വെരി വീക്ക്. നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഒപ്പിട്ട് കൊടുത്തല്ലേ പറ്റും. അത് കഴിയുമ്പോൾ തിയേറ്ററിലോട്ട് ചെല്ലും. തുറയോ നീളമുള്ളൊരു സിറിഞ്ച് എടുത്ത് വെച്ചിട്ട് ഒരു കുത്തും, മയങ്ങി, ഫിനിഷ്. എനിക്ക് കൺട്രോൾ ഉണ്ടോ? ഇല്ല. എനിക്ക് ഒരു കൺട്രോളും ഇല്ല. എന്നെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് എനിക്കൊരു കൺട്രോളും ഇല്ല. പക്ഷെ ഇപ്പം ആരോഗ്യവാനായി വേദനയില്ലാതെ ഞാൻ നിൽക്കുന്നതിന്റെ കാരണം അന്ന് ഞാൻ സറണ്ടർ ചെയ്തോണ്ടാണ്, അന്ന് ആ ഒപ്പിട്ട് കൊടുത്തോണ്ടാണ്. റിമെമ്പർ brothers and sisters, young people, let me tell you, can you put your signature today? Surrendering to the will of God. ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു ഒപ്പിട്ട് കൊടുക്കുവാൻ ഇന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നെങ്കിൽ നന്നായിരുന്നു. നിനക്ക് കീറണമെങ്കിൽ കീറിച്ചോ, മുറിക്കണമെങ്കിൽ മുറിച്ചോ. ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ഒപ്പിട്ട് തരുമല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് ഒക്കത്തില്ല. If you take a decision to surrender yourself to be to total will of God, to the perfect will of God, which is pleasing before God, I can assure you one thing, that tomorrow you are going to come out of it, and there is a day of resurrection when it is going to prove that you are standing by the will of God, and you will have a painless life after that. Otherwise you will go the rest of your life with pain and agony. പക്ഷേ നേഴ്സ് കൊണ്ടുവരുമ്പോൾ ഒന്ന് ഒപ്പിടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അനുഗ്രഹവും ഉണ്ടാകും. That is the surrendered life actually. That's the surrendered life.
Surrendered life എന്ന് പറയുന്നത് പാസീവായിട്ട് കടന്നു കൊടുക്കുക, കീറിക്കൂ. രോഗി ആക്റ്റീവ് ആയാലോ അവിടെ ഒന്നും നടക്കത്തില്ല, അല്ലേ? തിയേറ്ററിൽ ഒന്നും നടക്കത്തില്ല. You be passive. You be passive. കർത്താവിന്റെ ദൈവപുത്രനാണെന്നുള്ള തന്റെ ആ സ്ഥാനം പ്രൂവ് ചെയ്യാനായിട്ട് he could have shielded death, അല്ലേ? He could have shielded pain. He could have prevented the lashes. He could have changed the bitter drink into wine, അല്ലേ? വെള്ളം വീഞ്ഞാക്കിയ ആളിനെ ആ കയ്പുകാടിയെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമായിരുന്നു. But he decided to be his deliberate attitude of passivity made him active in submission. Amen. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? His deliberate action to be passive on the cross made him active to surrender his life to the will of God. ഞാൻ ഇവിടെ നിർത്തുക.